ഈ ലേബർ കോഡുകൾ തികച്ചും തൊഴിലാളി വിരുദ്ധമാണ്. ഇത് പ്രോ എംപ്ലോയർ നിയമങ്ങളാണ്. വർഷങ്ങളായി ഇന്ത്യയിലെ തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തുന്നതാണ് പാർലമെൻറ്റ് പാസാക്കിയ ലേബർ കോഡുകൾ. ഈ ലേബർ കോഡുകൾ അവതരിപ്പിച്ച ഘട്ടം മുതൽ ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തു വരികയാണ്. BMS സംയുക്തമായ യോജിച്ച സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. അവർ RSSൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന ആയതുകൊണ്ട് RSSൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമത്തെ എതിർക്കാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ സന്നദ്ധമായില്ല. എങ്കിലും ലേബർ കോഡിലെ ചില വ്യവസ്ഥകളോട് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് അവർ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ യോജിച്ച സമരത്തിലേക്ക് അവർ വന്നില്ല. മറ്റുള്ള ട്രേഡ് യൂണിയനുകൾ, BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ യോജിച്ച് നിന്ന് ലേബർ കോഡുകൾ പാസ്സാക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. നിരവധി പ്രക്ഷോഭ സമരങ്ങൾ നടത്തി. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ലേബർ കോഡുകൾ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തിരുന്നു, ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്. ഞാൻ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ച് അതിലെ മുഴുവൻ അംഗങ്ങളും ഐക്യകണ്ഠേന ലേബർ കോഡുകളിലെ പല വ്യവസ്ഥകൾക്കും ഭേദഗതികൾ നിർദ്ദേശിച്ചു. ചില അഭിപ്രായങ്ങൾ ഇടതുപക്ഷം പ്രകടിപ്പിച്ചത് BJPക്ക് സ്വീകാര്യമായി, BJP മെമ്പർമാർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ചിലത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഭിന്നാഭിപ്രായമായി രേഖപ്പെടുത്താനേ സാധിച്ചുള്ളൂ. പക്ഷേ ഭൂരിപക്ഷം നിർദ്ദേശങ്ങളും ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു. പാർലമെൻറ്റിൻ്റെ ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ഒരു പരിച്ഛേദമാണ്. പാർലമെൻറ്റിലെ എല്ലാ പാർട്ടികളിലെയും പ്രതിനിധികൾ ഉൾക്കൊള്ളും. ഭരണകക്ഷിക്കാണ് ഭൂരിപക്ഷം. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യുനാനിമസായി നിർദ്ദേശിച്ച കാര്യങ്ങൾ പോലും കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ പരിഗണിച്ചില്ല. അവർ ബില്ലിൻ്റെ ആദ്യത്തെ അതേ രൂപത്തിൽ തന്നെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കിയെടുത്തു. തുടർന്ന് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയുടെ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. കർഷക സംഘടനകളും തൊഴിലാളി സമരത്തെ അനുകൂലിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ പാർലമെൻറ്റ് പാസാക്കിയ നിയമം നടപ്പാക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിക്കാനും വിജ്ഞാപനം ഇറക്കാനും സർക്കാർ അല്പം സമയം നീട്ടി. തൽക്കാലത്തേക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. തുടർച്ചയായി പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ തുടരുകയായിരുന്നു. സർക്കാർ ഇത് വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുന്നതിന് അല്പം സമയമെടുത്തു. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ ഒരു പ്രത്യേക ചർച്ചയും കൂടാതെ, തൊഴിലാളി സംഘടനകളുടെ എതിർപ്പിനെ മാനിക്കാതെ ഇന്നലെ 4 ലേബർ കോഡുകൾ നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഇറക്കിയിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തൊഴിലാളി വർഗത്തോടുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യയിലെ തൊഴിലാളികളെ അടിമ സമാനമായ തൊഴിൽ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും പിന്തിരിപ്പൻ നിയമങ്ങളാണ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഈ നിലപാടിനെതിരെ വരുന്ന 26-ാം തീയതി ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി പ്രതിഷേധ സമര പരിപാടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലും മറ്റു പൊതുവേദികളിലും യോജിച്ച പ്രക്ഷോഭമുയർത്താൻ, ശബ്ദമുയർത്താനാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഇന്നലെ തീരുമാനമെടുത്ത് ആഹ്വാനം നൽകിയിട്ടുള്ളത്.